എന്തിനാണ് അവനെ ഇങ്ങനെ തല്ലുന്നത്? അച്ചോ, അവൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാണ് അവനെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് നിങ്ങള്? എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? എന്റെ മോളെ ഉപദ്രവിക്കാതെ ഒന്ന് നിർത്ത്. ഇന്നല്ലേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടത്? അയ്യോ, മോളെ. ആന്റി. എന്താച്ചോ പതിവില്ലാതെ രാവിലെ തന്നെ? പ്രത്യേകിച്ചൊന്നുമില്ല, ഒന്ന് മോർണിംഗ് വാക്കിന് ഇറങ്ങിയതാ. അപ്പോ റോസ് മോൾക്കൊരു ആഗ്രഹം നിങ്ങളെ ഒന്ന് കാണണമെന്ന്. കയറിയിരിക്കച്ചോ? ഇല്ല, ഇരിക്കുന്നില്ല. പിന്നെ എന്തായി നിങ്ങളുടെ രണ്ടുപേരുടെയും ട്രീറ്റ്മെന്റ് ഒക്കെ? നടക്കുന്നുണ്ടച്ചോ. ഇന്നും ഡോക്ടറെ കാണാൻ പോണം. നടക്കട്ടെ, എല്ലാം ശരിയാവും. മോളിവിടെ നിൽക്കുന്നോ? നിക്കുന്നു. എന്നാ മോളിവിടെ ആയിക്കോട്ടച്ചോ. ഞാൻ ഉച്ച കഴിഞ്ഞ് അങ്ങ് എത്തിച്ചേക്കാം. എന്നാ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഡോക്ടർ. വൈരിക്കൂ റോബിൻ. പറയടോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മെഡിസിനൊക്കെ പഴയതുപോലെ തന്നെ തുടരുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഡോക്ടർ. ഒരു സ്കാനിങ്ങിന് കൂടി എഴുതിയിട്ടുണ്ട്. അത് ഇന്ന് തന്നെ ടെസ്റ്റ് ചെയ്തിട്ട് നാളെ റിസൾട്ടുമായിട്ട് വരണം. അതിനുശേഷം ഞാനൊന്ന് നോക്കട്ടെ. ടെൻഷനൊന്നും വേണ്ട റൂബിനെ, സമാധാനമായിട്ട് പോയിട്ട് വാ. ടെൻഷനൊന്നും വേണ്ട, കർത്താവ് കാത്തുള്ളൂ. സെലിനെ, എന്തു പറ്റി? ഹോസ്പിറ്റലിൽ വന്നപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്ന പെട്ടെന്ന് ഞാക്കൊരു വല്ലാഴിക പോലെ. വയ്യ, എനിക്ക് വയ്യ. ഈ മരുന്നൊക്കെ കഴിച്ച് ഞാൻ മടുത്തു. എത്ര കാലം ഇങ്ങനെ? അതിന് ഡോക്ടർ ഫൈനൽ തീരുമാനമൊന്നുമല്ലല്ലോ പറഞ്ഞത്. കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. നമുക്ക് കാത്തിരിക്കാടോ. താൻ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും. കഴിഞ്ഞ 9 വർഷമായിട്ട് എല്ലാ ഡോക്ടർമാരും ഇത് തന്നെയല്ലേ പറയുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചായൻ എന്നോട് സത്യം പറയോ? എന്തുവാ? ഇച്ചായൻ എന്നോട് ദേഷ്യമുണ്ടോ? ഏയ്, ദേഷ്യമോ? എന്തിന്? എനിക്ക് തന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. താൻ ആവശ്യമില്ല ഓരോന്ന് ചിന്തിച്ചു കൂട്ടുക. താൻ ചൂട് പോകുന്നതിന് മുമ്പ് ആ കാപ്പി എടുത്ത് കുടിക്കുക. എന്നിട്ട് പോയ ഡ്രസ്സ് മാറാൻ നോക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, എന്നിട്ട് കഴിക്കാം. എങ്കിൽ പെട്ടെന്നാട്ടെ. പിന്നെ ഇയാൾ നാളെ എൻ്റെ കൂടെ പള്ളിയിൽ പോകാൻ വരുന്നുണ്ടോ? ഇല്ല ചായ, ഞാൻ വരുന്നില്ല. വന്നാൽ നമ്മുടെ റോസ് മോളെ കാണാം. അതാ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞേ. അതെന്താ നിനക്ക് റോസ് മോളെ കാണണ്ടേ? കണ്ടിട്ട് എന്തിനാ? നമ്മുടെ അല്ലല്ലോ. എങ്കിലും അവളെ കാണുന്നൊരു സന്തോഷമല്ലേ, അവളുടെ ആ കളിയും ചിരിയും. വേണ്ട, കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉള്ള സമാധാനം കൂടി പോവും. കണ്ടില്ലെങ്കിൽ അത്രയ്ക്കല്ലേ ഉള്ളൂ. ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിക്കും, അവളെ എങ്ങ് നമുക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. നിന്റെ ഈ ആലോചന എൻ്റെ മനസ്സിൽ കൂടിയിട്ട് ഇന്നേക്ക് 2 വർഷം കഴിയുന്നു. എന്നിട്ട് ഇച്ചായൻ ഇതിനെ പറ്റി എന്നോട് ഇതുവരെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അയാളുടെ മനസ്സ് കാണാൻ പറ്റിയില്ലേ. അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞാ അച്ഛൻ നമ്മളെ സഹായിക്കുമോ? അത് അച്ഛൻ മാത്രം തീരുമാനിച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ. നമുക്ക് മുച്ചനോട് കൂടി ഒന്ന് സംസാരിക്കാം. എങ്കിൽ നീ പോയി കുളിച്ചിട്ട് വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്.
റോബിനെ, പ്രേമത്താൽ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ കൂടെ സുഖജീവിതം നയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമം നിങ്ങളെ വേട്ടയാടുന്നു. അതല്ലേ നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം? വേണ്ടത്ര പക്വതയില്ലാത്ത കാലത്ത് ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു, സ്വന്തമാക്കി. പക്ഷേ ഇന്നലെയും ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ സക്കറിയ പറയുന്നത് പൂർണ്ണമായും സെല്ലിനൊരു അമ്മയാവാൻ സാധിക്കില്ലെന്നാണ്. ആ നിമിഷം മുതൽ അവൾക്കാകെ ഒരു മൗനം മാത്രമാണ് ചോ. അവളുടെ വിഷമം പറഞ്ഞ് കരയാൻ അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മോനെ, നിന്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നീ സമാധാനമായി മനസ്സുരുകി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറ്റിത്തരും. എൻ്റെ മനസ്സിലൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ചോ. ഇക്കാരണത്താൽ എൻ്റെ സെല്ലിൻ്റെ കണ്ണുകൾ നിറയരുത്. എന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് അവൾ മാത്രമേ ഉള്ളൂ. മോനെ റോബിനെ, നിന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് മറ്റാരുമില്ലെന്ന് പറയുന്നത് തെറ്റല്ലേ? നിന്നെ മനസ്സു നിറയെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇന്നും നിറകണ്ണുകളോടെ ജീവിക്കുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് നിന്റെ അപ്പൻ തൊമ്മിക്കുഞ്ഞ്, രണ്ട് നിന്റെ അമ്മ ആൻസിയും. അപ്പൻ, അമ്മ, സഹോദര ബന്ധം എന്നൊക്കെ പറയുന്നത് തേച്ചാലും മായ്ച്ചാലും മായ്ക്കാൻ പറ്റാത്ത ബന്ധമാണ്. അതിനൊരു മുറിവ് വന്നാൽ അതുണങ്ങാൻ കുറേ സമയമെടുക്കും. പ്രത്യേകിച്ച് നിന്റെ അപ്പൻ തൊമ്മിക്കുഞ്ഞിന്. നീ അന്ന് നിന്റെ അപ്പനോട് സെലിന്റെ പേരിൽ വഴക്കിട്ടിറങ്ങിയപ്പോൾ നീ വിചാരിച്ചോ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന്? എല്ലാം പുറത്ത് എന്നെ അവളെയും തിരിച്ചു വിളിക്കുമെന്നായിരുന്നു അന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത്രയും പക ഉള്ളിൽ വെച്ചുകൊണ്ട് കഴിഞ്ഞ 9 വർഷവും എന്നോടിങ്ങനെ പെരുമാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചോ. അത്രയ്ക്ക് വലിയ തെറ്റാണോ ചോ ഞാൻ അവരോട് ചെയ്തത്? ഇല്ല, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നീ അറിയാതെ നിന്നിൽ അയാൾ പല സ്വപ്നങ്ങളും കണ്ടു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നീ അയാളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോയപ്പോൾ അയാൾക്ക് നിന്നോടുണ്ടായിരുന്ന സ്നേഹം മുഴുവൻ പകയായി മാറി. പക്ഷേ തൊമ്മിക്കുഞ്ഞിനെ എനിക്കറിയാം. നിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം ഒരിക്കൽ കലങ്ങിത്തെളിയും. നീ സമാധാനമായിട്ടിരിക്കുക. എന്റിച്ചായ ഒന്ന് നിർത്ത്. ചേഫി ചെകിടിക്കുന്നു. രാവിലെ പള്ളിയിൽ പോയതായിരുന്നല്ലോ, ഇത്രയും നേരം എവിടെ ആയിരുന്നു? മീൻ നോക്കാനൊന്നും സമയം കിട്ടിയില്ല. അതുകൊണ്ട് ഇത് പച്ചക്കറി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഈ പച്ചക്കറി വാങ്ങിയ കാശിന് വല്ല മീനും മേടിച്ചിരുന്നെങ്കിൽ വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കായിരുന്നു. ഞാൻ നോക്കിയതാ കൊച്ചെ, ഒട്ടുമിക്കതും കുടല് പൊട്ടിയതും വേറെ അടിയതുവാ. അതുകൊണ്ട് മനഃപൂർവ്വം വാങ്ങിക്കാഞ്ഞതാ. പിന്നെ അതുകൊണ്ട് ആരും ഈ ലോകത്ത് മീൻ കഴിക്കാതിരിക്കുമല്ലോ. മീൻ്റെ കാര്യം അവിടെ ആയിക്കട്ടെ, നീ ഇങ്ങ് വന്നേ, ഇവിടെ ഇരുന്നേ. എന്താ? ഞാനിന്ന് രാവിലെ പള്ളിയിൽ ചെന്നപ്പോഴേ ആദ്യം കണ്ട ആരെയെന്നറിയോ? ആരെയാ? നമ്മുടെ റോസ് മോളെ. ആണോ? ആ, എന്നിട്ട് നീ ഒന്ന് കാണുമായിരുന്നു. രാവിലെ തന്നെ കുളിച്ച് സുന്ദരിയായി പൊട്ടൊക്കെ തൊട്ട് ഓടി വന്ന് എന്നോട് ചോദിക്കുക, അങ്കിളെ ആൻറ്റി വന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു ആൻറ്റി വന്നില്ല, ആൻറ്റി പിന്നൊരു ദിവസം മോളെ കാണാനായിട്ട് വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് രഹസ്യമായിട്ട് ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. എന്താ അത് മോളുടെ ആൻറ്റിയല്ല, മോളുടെ മമ്മിയാണെന്ന്. ഞാൻ മോളുടെ പപ്പയും. അപ്പോൾ അവളുടെ മുഖത്തൊന്ന് സന്തോഷമുണ്ടല്ലോ, അതൊന്ന് കാണണമായിരുന്നു. എന്തുവാടോ രണ്ടുപേരോട് ഏതോ വലിയ രഹസ്യം പറഞ്ഞ് ചിരിക്കുവാണോ? ഏയ് ഒന്നുമില്ല ഉമ്മച്ച, രാവിലെ പള്ളിയിൽ പോയപ്പോൾ റോസ് മോളെ കണ്ട വിശേഷം പറഞ്ഞ് ചിരിക്കുമായിരുന്നു. പിന്നെ ഉമ്മച്ചൻ മാർക്കറ്റിൽ നിന്ന് എന്തോ കാര്യമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഓ ഒന്നുമില്ലടാ കുറച്ച് മീനും പച്ചക്കറികളുമാ. പിന്നെ മറിയത്തിന് കുറച്ച് അങ്ങാടി വരുന്നു. വെയിലത്തുനിന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു, വല്ലാത്തൊരു തലകറക്കം. ചെല്ലേ, നീരത്തിരി ചായ എടുത്തേ. ശരി. ഓ അതൊന്നും വേണ്ടടാ അത് കുഴപ്പമില്ല ഉമ്മച്ച, വെയിലുകൊണ്ട് വന്നല്ലേ, കുറച്ചു നേരം ഇരുന്നിട്ട് പോവാം. ഇതാ ഉമ്മച്ച ചായ. കാര്യം പറഞ്ഞിരുന്നു സമയം അങ്ങ് പോയി. ഞാൻ പോവാ, അല്ലേ മറിയ എന്നെ കൊല്ലും. മോളെ സെല്ലേ, ഒരു ചെറിയ കറിക്കുണ്ട്. കൊടംപുളിയിട്ട് നല്ലോണം വെക്കണം കേട്ടോ. അതൊന്നും വേണ്ട ഉമ്മച്ച, ഞാൻ രാവിലെ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചില്ലയോ. ഇങ്ങ് തന്നേരും ഉമ്മച്ച, ഇച്ചായിന് വേണ്ടേ കഴിക്കണ്ട, ഞാൻ കഴിച്ചോളാം. ഒരാഴ്ചയായി ഞങ്ങൾ മീൻ കഴിച്ചിട്ട്. ദുരഭിമാനം കാണിക്കാൻ ഇത് വേറെ ആരുമല്ലല്ലോ, നമ്മുടെ ഉമ്മച്ചനല്ലേ. അവള് പറഞ്ഞതുപോലെ നിനക്ക് വേണ്ടെങ്കിൽ നീ കഴിക്കണ്ടടാ, അവള് കഴിച്ചോളും. എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വൈകുന്നേരം സമയം കിട്ടുവാണെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങാം. ആ ഉമ്മച്ച, ആ ഞങ്ങളിന്ന് ഉച്ച കഴിയുമ്പോൾ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോകും. ഇന്നലെ പോയപ്പോൾ കുറച്ച് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, ഇന്ന് അതിന്റെ റിസൾട്ട് വാങ്ങണം. എന്നാ നിങ്ങൾ പോയിട്ട് വാ. എന്തായാലും തിരിച്ചു വരുമ്പം എന്നെ ഒന്ന് വിളിക്കണം. ഓ ആ വിളിക്കാം ഉമ്മച്ച. ആ
ശരിയെങ്കിൽ. ആ അല്ല ഇതാര് തൊമ്മിക്കുഞ്ഞോ? ഞാൻ വിചാരിച്ചു താൻ ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു. എപ്പോഴും വിചാരിക്കും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണമെന്ന്. സമയം കിട്ടണ്ടേ? നമ്മൾ അവസാനമായി നേരിൽ കണ്ടിട്ട് ഏകദേശം 2-3 മാസമെങ്കിലും ആവും അല്ലേടോ? ആ, അത്രയൊക്കെ ആയി കാണും. സത്യത്തിൽ എനിക്കൊരു കമ്പനി ഇല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഇന്നേ സമാധാനമായിട്ട് 2 എണ്ണം വീശാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാ. അതെന്ത് പറ്റി? ബീനയും കുട്ടികളോ? അവളുടെ അപ്പന് സുഖമില്ലെന്നും പറഞ്ഞ് ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് കോള് വന്നു. അങ്ങനെ അവളും കൊച്ചുങ്ങളും അങ്ങോട്ട് പോയി. അല്ല, തനിക്കിപ്പോഴും വീശുണ്ടോ? അങ്ങനെ ഇപ്പോൾ പതിവില്ല. മൂടുണ്ടെങ്കിൽ ചിലപ്പോൾ 2 എണ്ണം. കേട്ടോടോ തൊമ്മി, സത്യത്തിൽ ഇന്ന് 2 എണ്ണം വീശാൻ വേണ്ടി തന്നെ ഞാനിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. ഉം. അല്ലേ പിന്നെ ബീനയുടെ കഥകളിലൂടെ കാണേണ്ടി വരത്തില്ലയോ? എന്നാവുമ്പോൾ പിന്നെ അങ്ങനൊരു ശല്യം ഇല്ലല്ലോ. അല്ല, എന്തു പറ്റിയിടോ തുമ്മി? താൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. തൻ്റെ മുഖത്ത് ആകെ ഒരു മാറ്റം. സത്യത്തിൽ ഞാൻ ഈ നേരം നോക്കി വന്നത് തന്നെ കണ്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാൻ വേണ്ടിയാ. എടോ, താൻ എന്താ എന്നോട് ചോദിക്കാൻ പോകുന്നതെന്നും എന്താ തനിക്ക് അറിയേണ്ടതെന്നും താൻ എന്നോട് പറയാതെ തന്നെ എനിക്കറിയാം. എങ്കിലും ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കുക. എന്താ തൊമ്മി, തൻ്റെ മനസ്സിലുള്ളതൊക്കെ എന്നോട് തുറന്നു പറ. ഏയ്, ഒന്നുമില്ലടോ. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിയുന്തോറും അവൻ എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്ന പോലൊരു തോന്നൽ. അവൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുക. ഇന്നലെ നീ എന്നോട് പറഞ്ഞത് അവന് ചില ടെസ്റ്റുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടെന്നല്ലേ? അതിൻ്റെ റിസൾട്ട് വല്ലതും വന്നോ? ഇന്നവരൊരു 4 മണിയോടുകൂടി എന്നെ ഹോസ്പിറ്റലിൽ വന്ന് കണ്ടിരുന്നു. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യം അത്ര നിസ്സാരമല്ല. ടെസ്റ്റുകൾ ഭൂരിപക്ഷവും അവർക്ക് നെഗറ്റീവാ. ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വലിയ നേട്ടമൊന്നും ഞാൻ കാണുന്നില്ല. സെല്ലിൻ്റെ മാത്രം കംപ്ലൈൻ്റായിട്ട് കാണാനും സാധിക്കില്ല. മൈനറായിട്ടുള്ളൊരു പ്രോബ്ലം റോബിനിലുമുണ്ട്. അത് പിന്നെ ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റി എടുക്കാം നമുക്ക്. പക്ഷേ സത്യം പറയാമല്ലോ, സെലിനൊരു അമ്മയാകാനുള്ള ചാൻസ് 100-ൽ 90% കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും ആലോചിച്ച് താൻ വിഷമിക്കണ്ട. നമുക്ക് മാക്സിമം നോക്കാമടോ. പണത്തിൻ്റെ കാര്യം ആലോചിച്ച് താൻ വിഷമിക്കണ്ട. അതൊന്നും അവൻ പോലും അറിയാതെ ഞാൻ തന്നെ ഏൽപ്പിച്ചോളാം. അത് പിന്നെ എനിക്കറിയില്ലേ തൊമ്മി. അല്ല, നിങ്ങളെന്താ ഇത്രയും താമസിച്ചത്? നിങ്ങളെ കാണാതായപ്പോൾ ഞാൻ തിരിച്ചു പോകാമെന്ന് കരുതിയതാ. പിന്നെയും മനസ്സ് വന്നില്ല. ഉമ്മച്ചൻ കല്യാണത്തിന് പോയില്ലേ? പോയടാവേ, നേരത്തെ ഇങ്ങ് തിരിച്ചു പോകുന്നു. നീയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. എന്തായി? റിസൾട്ട് കിട്ടിയോ? ഡോക്ടർ എന്തു പറഞ്ഞു? എല്ലാം പതിവ് പോലെ തന്നെ ഉമ്മച്ച. റിസൾട്ടുകളെല്ലാം ഞങ്ങൾക്കെതിരാ. നീ വിഷമിക്കാതെടാവേ, കർത്താവ് നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരും. പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും അവളെ മനസ്സ് വേദനിപ്പിക്കരുത്. നീ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് സമാധാനമായി കിടന്നുറങ്ങ്. ഞാൻ നാളെ വരാം. സത്യത്തിൽ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു പോയി ഉമ്മച്ച. നീ എന്തുവാടാവേ കൊച്ചു പിള്ളേരെ പോലെ? ഉമ്മച്ച, ഞങ്ങൾക്ക് ഞങ്ങളുടെ വിഷമം പറയാൻ മറ്റാരുമില്ല. ഞാനൊരു കാര്യം പറഞ്ഞ ഉമ്മച്ചൻ മറ്റാരോടെങ്കിലും പറയുമോ? നീ എന്താടാ ഇങ്ങനെ? നീ പറയുന്ന ഏതെങ്കിലും കാര്യം ഞാൻ മറ്റാരോടെങ്കിലും പറയുമോ? ഉമ്മച്ച, പറയാൻ അർഹതയുണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്കിലും ചോദിക്കുക. റോസ് മോളെ കണ്ട സമയം മുതൽ അവളെ ഞങ്ങൾ സ്വന്തം മകളെ പോലെ കാണുന്നത്. ഇപ്പോൾ എന്തോ ഒരാഗ്രഹം.
ഞങ്ങൾക്ക് അവളെ മകളായി കിട്ടിയിരുന്നെങ്കിലെന്ന്. ഉമ്മച്ച, ഞങ്ങളുടെ ഈ ആഗ്രഹം അച്ഛനോടൊന്ന് പറയുമോ? അങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛനോട് പറയാൻ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ട് ഞാനത് എൻ്റെ മനസ്സിനകത്ത് ഒതുക്കിയിരിക്കുക. ഇപ്പം നിങ്ങളുടെ മനസ്സിലും ഇങ്ങനൊരു ആഗ്രഹം വന്നതിനാൽ അതൊരു ദൈവനിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നീ സമാധാനമായിട്ട് പോയി കിടന്നുറങ്ങ്. ഞാനിന്ന് മറിയവായിട്ടൊന്ന് ആലോചിക്കട്ടെ. ശരി ഉമ്മച്ച. ഉം. ഇന്ന് നമുക്ക് ഇത്രയും മതി. ആനിയമ്മ എൻ്റെ മോൾക്ക് കഴിക്കാൻ എന്തെങ്കിലും റെഡിയാക്കി കാണും. ഇപ്പൊ എനിക്ക് വേണ്ട, കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിക്കാം. ഇപ്പൊ കളിക്കാം. ആ, കാറിന്റെ ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് തൊമ്മി തന്നെ ആയിരിക്കുമെന്ന്. എൻ്റെ ചക്കര മോള് വാ. തൊമ്മി, വന്ന കാലി നിൽക്കാതെ വെയിൽ കൊള്ളാതെ ബാ, അകത്തേക്ക് പോ. വാ മോളെ. പീലിപ്പോസേ, കടുപ്പത്തി 2 ചായ. അല്ല, എന്തു പറ്റി തൊമ്മി? പതിവില്ലാതെ ഈ സമയത്ത്? അങ്ങനെ ഇരുന്നപ്പോൾ തോന്നി എൻ്റെ മോളെ ഒന്ന് കാണണമെന്ന്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഇന്നലെ രാത്രി ഡോക്ടർ സക്കറി എന്നെ വിളിച്ചിരുന്നു. ചികിത്സ കൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ലെന്നാണ് സക്കറി പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും ഒരു അത്ഭുതം, അത്രമാത്രം. എടോ തൊമ്മിക്കുഞ്ഞെ, സത്യത്തിൽ തന്നോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇത്രയധികം അവനെ തന്നിൽ നിന്ന് അകറ്റി നിർത്താൻ അത്ര വലിയ തെറ്റെന്താണ് അവൻ തന്നോട് ചെയ്തത്? ഇഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് അവനൊരു ജീവിതം നൽകി. അല്ലാതെ അവൻ തന്നോട് എന്ത് അപരാധമാണ് ചെയ്തത്? ആ കുറ്റത്തിന് കഴിഞ്ഞ 9 വർഷമായി അവൻ ശിക്ഷ അനുഭവിക്കുന്നില്ലേ? അതോ തൻ്റെ രക്തമല്ല എന്നുള്ള ആ വേർതിരിവ് തൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ ഇപ്പോഴുമുണ്ടോ? അവനെ ഞാൻ മനസ്സ് നിറയെ ഇക്കണ്ട കാലം മുഴുവൻ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. തമാശയ്ക്ക് പോലും ഇനി അങ്ങനെ പറയല്ലേ അച്ചോ. തന്നെ ഞാൻ വേദനിപ്പിക്കാൻ പറഞ്ഞ അല്ല തോമ്മി. ഇന്ന് താൻ അനുഭവിക്കുന്ന അതേ വേദന അവർ രണ്ടുപേരും കഴിഞ്ഞ 9 വർഷമായി അനുഭവിച്ചുകൊണ്ടിരിക്കുക. താൻ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. ഇത് എൻ്റെ വായിൽ നിന്നും ആരും അറിയാൻ പോകുന്നില്ല. അതിന് കർത്താവ് സാക്ഷി. എങ്കിൽ ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ അച്ചോ. ഒക്കെ പറഞ്ഞതുപോലെ. എങ്കിൽ പപ്പ പോകട്ടെ. നല്ല കുട്ടിയായിട്ടിരിക്കണം കേട്ടോ. ശരി പപ്പ. പപ്പ ഇനി എന്ന് വരും? പപ്പ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ സുന്ദരിമോളെ കാണാൻ വരും. ഓക്കെ പപ്പ. അല്ല, ഇതാരും ഉമ്മച്ചനോ? എന്തു പറ്റി ഉമ്മച്ച? ഉമ്മച്ചന്റെ മുഖത്തൊരു മൗനം. ഒന്നുമില്ല അച്ചോ. കടുപ്പത്തിലൊരു കാപ്പി പറയട്ടെ? വേണ്ടച്ചോ, ഞാൻ വരുന്ന വഴിക്ക് കുടിച്ചായിരുന്നു. ആ, ഞാൻ ഈ സമയം നോക്കി വന്നതേ അച്ഛനോട് വളരെ ഗൗരവമായ ഒരു കാര്യം സംസാരിക്കാനാ. നമുക്കൊന്ന് നടന്നാലോ അച്ചോ? അതിനെന്താ ഉമ്മച്ച? ആ, ആനി, കുഞ്ഞിനെ നോക്കിക്കോണേ. തനിക്കെന്തോ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട്? അത് പിന്നച്ചോ, അത് റോസ്മോളുടെ കാര്യമാണ്. റോസ്മോടെ എന്ത് കാര്യം? അത് പിന്നെ മക്കളില്ലാത്ത അവർക്ക് റോസ്മോള് സ്വന്തം മകളെ പോലെയാ. ഇനിയുള്ള കാലം അവർക്ക് റോസ്മോളെ സ്വന്തം മകളായിട്ട് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്. ഉമ്മച്ചൻ പറഞ്ഞു വരുന്നത് എനിക്ക് അങ്ങോട്ട് ശരിക്കും മനസ്സിലാവുന്നില്ല. ഇനിയുള്ള കാലം റോസ്മോളെ അവരുടെ മോളായിട്ട് വളർത്താൻ ആഗ്രഹമുണ്ടെന്നാണ് അവരെന്നോട് പറഞ്ഞത്. നല്ല തീരുമാനം. പക്ഷേ ആ കുഞ്ഞിന് അവകാശികളായല്ലോ ഉമ്മച്ച.
ഉമ്മച്ചാ, ഇത് ജീവിതമാണ്. തട്ടിക്കളിക്കാനിത് പന്തല്ല, ഒരു കുരുന്ന് ജീവന. റോബിനെയും സെലിനെയും ഉമ്മച്ചൻ അറിയുന്നത് പോലെ തന്നെ എനിക്കും അടുത്തറിയാം. പക്ഷേ ഇന്നൊരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാത്ത ആവേശത്തിൽ അവർക്കൊരു കുഞ്ഞിനെ വേണ്ടത് അവരുടെ ആവശ്യമാണ്. പക്ഷേ നാളെ അവരുടെ രക്തത്തിലൊരു കുഞ്ഞ് പിറന്നാൽ ഈ കുഞ്ഞ് അവർക്കൊരതിയെപ്പറ്റാകില്ല എന്ന് ഉറപ്പ് പറയാൻ ഉമ്മച്ചന് സാധിക്കുമോ? സാധിക്കും. അവരെ എനിക്ക് നല്ലോലെ അറിയാച്ചോ. ഇല്ല, അത് ആർക്കും സാധിക്കില്ല. സർവശക്തനായ കർത്താവിന് മാത്രമേ അത് സാധിക്കൂ. ഞാൻ പറഞ്ഞതുപോലെ അവരുടെ ചോരയിൽ പിറന്ന കുഞ്ഞിനോട് മാത്രമേ അവർക്ക് കൂടുതൽ സ്നേഹം വരൂ. പക്ഷേ അന്ന് റോസ്മോളെ വെറുക്കുന്നത് ഒന്നുകിൽ റോബിനാകാം, അല്ലെങ്കിൽ സെലിനാകാം. അങ്ങനെ സംഭവിച്ചാൽ ആ കുഞ്ഞിൻ്റേതെന്ന പേരിൽ എന്തു ആടോ ഉമ്മച്ചാ ഉള്ളത്? അതുകൊണ്ട് വേണ്ട, ആ ചാപ്റ്റർ നമുക്കവിടെ ക്ലോസ് ചെയ്യാം. അനാഥത്വം അതൊരു വലിയ വേദന തന്നെയാ ഉമ്മച്ച. അപ്പോൾ ആ വേദന കഴിഞ്ഞ 33 വർഷമായി റോബിൽ നിന്ന് അച്ഛൻ മറച്ചു വെക്കുകയായിരുന്നല്ലേ? ഉമ്മച്ച, ഒക്കെ ഞാൻ അറിഞ്ഞു. സർവശക്തനായ കർത്താവ് ഈ ചെവി കൊണ്ടെല്ലാം എന്നെ കേൾപ്പിച്ചു. അച്ഛൻ്റെയും തൊമ്മിക്കുഞ്ഞിൻ്റെയും സംഭാഷണം കേട്ട് മടങ്ങിപ്പോവാനിരുന്നതാണ് ഞാൻ. പക്ഷേ ആ രഹസ്യ സംഭാഷണത്തിനിടയിൽ എപ്പോഴോ തൊമ്മിക്കുഞ്ഞിൻ്റെ മുഖത്തുണ്ടായ വിളർച്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ടാ ഞാൻ മറഞ്ഞു നിന്നെല്ലാം കേട്ടത്. ഇക്കാര്യം ഒരിക്കലും അവൻ അറിയരുത്. അത് കർത്താവിനെ സാക്ഷി നിർത്തി ഉമ്മച്ചൻ എന്നോട് പറയണം. എങ്കിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ ഉമ്മച്ചനോട് പറയാം. ഇല്ലച്ചോ, ഞാനായിട്ടൊന്നും അവനെ അറിയിക്കില്ല. പക്ഷേ അച്ഛൻ ഒന്നും മറയ്ക്കാതെ എല്ലാം എന്നോട് പറയണം. പറയാം ഉമ്മച്ച, എല്ലാം പറയാം. അല്ല, ഇതാര്? തൊമ്മിക്കുഞ്ഞോ? എന്തു പറ്റിയടോ? തൻ്റെ മുഖമാകെ വിളറി വെളുത്തിരിക്കുന്നു. അച്ചോ, ആൻസി ഇപ്പോൾ എന്നോടൊന്നും മിണ്ടാറ് പോലുമില്ല. അവൾക്ക് എപ്പോഴും ഓരോ ചിന്തകളാണ്. അവളുടെ സ്നേഹത്തോടുള്ള ഒരു വാക്ക് പോലും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അച്ചോ. താൻ സമാധാനമായിട്ടിരിക്കെ. ഒരു കുഞ്ഞല്ലേ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം. അതിന് ഞാൻ പരിഹാരം ഉണ്ടാക്കാം. പക്ഷേ തൊമ്മി, തൻ്റെ അപ്പനുണ്ടാക്കിയിട്ട് ഒരുപാട് സ്വത്തുക്കൾ തനിക്കുണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു വീതം താൻ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വെക്കണം. തനിക്ക് ഞാനൊരു ആൺകുഞ്ഞിനെ തരാം, ഒരു കറുത്ത മുത്തിനെ. അന്ന് തൊമ്മിക്കുഞ്ഞിൻ്റെ മുഖത്തുണ്ടായ സന്തോഷം ഇന്നും ഞാൻ ഓർക്കുന്നു. അന്ന് പള്ളിമേടയിൽ ആരോ ഉപേക്ഷിച്ച ആ കുഞ്ഞിനെ 6 വയസ്സുവരെ നോക്കിയത് മഠത്തിലെ അമ്മമാരായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരാൺകുഞ്ഞിനെ താലോലിക്കാൻ കിട്ടിയതോടെ ആൻസി പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തുടങ്ങി. പിന്നെ തൊമ്മിയുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രമായിരുന്നു. തൊമ്മി എത്രത്തോളം അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. തൊമ്മിക്കുഞ്ഞിൻ്റെ കുടുംബത്തിൽ തൊമ്മിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് മക്കളില്ല. അതെന്തോ ഒരു ശാപം കിട്ടിയതുപോലെയാ എനിക്ക് തോന്നിയത്. അയാൾക്കിപ്പോഴും ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അയാളുടെ കുടുംബത്തിന്മേൽ വീണ ശാപമാണോ ഇന്ന് റോബിനും സെലിനും അനുഭവിക്കുന്നത്? അതൊന്നിലേറെ പ്രാവശ്യം അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇക്കാര്യം മരണം വരെ താൻ ആരോടും പറയരുത്. ആ ഉമ്മച്ചനോ? ആ ഉമ്മച്ച, ഞാൻ ഉമ്മച്ചനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം താ. എന്താ ഉമ്മച്ച വല്ലായിരിക്കുന്നത്? ഒന്നുമില്ലടാ ഉവേ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചു വരികയായിരുന്നു. മോനെ റോബിനെ, നീയൊരു പാവമാടാ. നിനക്ക് മക്കളില്ലാത്ത സങ്കടമല്ലേ ഉള്ളൂ. ഞാനോ മക്കളുണ്ടായിട്ടും ശാപം കിട്ടിയവനാ. ഇന്ന് എൻ്റെ മക്കളെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ആരായിരുന്നടാ?
ലക്ഷപ്രഭു. അതിന് കർമ്മം വേണം, കർമ്മം. അതെനിക്കില്ലടാ. എന്തോ ഉമ്മച്ച ഇത്? കുടിക്കരുതെന്ന് മുമ്പ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളതല്ലേ? ഉമ്മച്ചൻ ഇനി കുടിക്കില്ലെന്ന് എൻ്റെ മറിയത്തിൻ്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്തതാ. പക്ഷേ ഇന്ന് ഞാൻ ആ സത്യം തെറ്റിച്ചു. കാരണം എൻ്റെ മനസ്സ് ഒരു തീക്കനൽ പോലെ പുകയുക. എൻ്റെ മക്കളെ ഓർത്തല്ല, നിങ്ങളെ ഓർത്ത്. ഉമ്മച്ചനൊന്ന് പള്ളിയിൽ പോയിരുന്നു. പള്ളിയിലും പോയി, അച്ഛനെയും കണ്ടു, പരാതിയും ബോധിപ്പിച്ചു. ഞാൻ ഉമ്മച്ചനോട് പറഞ്ഞ കാര്യം അച്ഛനോട് സൂചിപ്പിച്ചിരുന്നോ? പിന്നെ സൂചിപ്പിച്ചു. ആ ചാപ്റ്റർ അവിടം കൊണ്ട് തന്നെ ഫാദർ സെബാസ്റ്റ്യൻ ക്ലോസ് ചെയ്തു. എന്നുവെച്ചാ? അത് തന്നെ, ആ കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ ഫാദർ സെബാസ്റ്റ്യന് താല്പര്യമില്ല. ഉമ്മച്ചൻ എന്തൊക്കെയായി പറയുന്നേ? ഉമ്മച്ചൻ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മോളെ സെല്ലേ, നിങ്ങൾ മനസ്സിൽ താലോലിച്ച റോസ് മോളെ ഫാദർ സെബാസ്റ്റ്യൻ ഒരു അമേരിക്കൻ ഫാമിലിക്ക് വിറ്റു. ഉമ്മച്ചാ, ദേ ഉമ്മച്ച, കള്ളു കുടിച്ചിട്ട് തമാശയ്ക്ക് പോലും ഇങ്ങനൊന്നും പറയരുത്. അവള് ഞങ്ങളുടെ മോളാ. അവള് ഞങ്ങൾ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. മോളെ സെല്ലേ, നിന്റെ ആവേശം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കിനി റോസ് മോളെ കിട്ടില്ല. പൊന്നുകൊണ്ട് തുലാഭാരം ചെയ്യാനായിട്ട് ആള് വരുമ്പോഴാണോ ജീവിതത്തിൽ വട്ടപൂജ്യമായ നിങ്ങൾക്കോ എനിക്കോ ഫാദർ സെബാസ്റ്റ്യൻ ആ കുഞ്ഞിനെ തരുന്നത്? ഇത്രയ്ക്ക് ഇഷ്ടമുള്ളായിരുന്നോ ഉമ്മച്ചന് ഞങ്ങളോട്? ഉമ്മച്ചൻ ഇന്ന് മദ്യപിച്ചപ്പോ ഉരുകിയ മനസ്സുണ്ടല്ലോ, ആ വേദന കഴിഞ്ഞ 9 വർഷമായിട്ട് മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവരാ ഞങ്ങള്. ഞങ്ങൾക്ക് മോനും വേണ്ട, മോളും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി. മോളെ സെല്ലേ, ഉമ്മച്ചൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ലെന്ന് മാത്രം പറയരുത്. ഈ മനസ്സ് മുഴുവൻ എൻ്റെ മക്കളെ സ്നേഹിച്ചതിനേക്കാൾ നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും വന്നപ്പോൾ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റിപ്പോയി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. റോസ് മോൾക്ക് അവളുടെ പേര് കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നും ഒന്നുമില്ല. പക്ഷേ എൻ്റെ അപ്പൻ തൊമ്മിക്കുഞ്ഞിൻ്റെ കയ്യിലുണ്ട് ഈ പറഞ്ഞ കോടികൾ. എത്ര അകറ്റി നിർത്തിയാലും അതെല്ലാം നാളെ എനിക്കുള്ളതാ. ഞാൻ പോവും എൻ്റെ അപ്പൻ്റെ അടുത്ത് എൻ്റെ വീതം ചോദിക്കാം. അതെനിക്കും കൂടി അർഹതപ്പെട്ടതാ. ഇല്ല, നിനക്കൊരർഹതയുമില്ല. അങ്ങനൊരു അർഹത ഉണ്ടാവണമെങ്കിൽ നീ അയാളുടെ രക്തത്തിൽ പറക്കണം. ഉമ്മച്ചൻ എന്താ പറഞ്ഞത്? ഒന്നുകൂടെ പറഞ്ഞു ഉമ്മച്ച. കർത്താവിനെ സാക്ഷി നിർത്തി അച്ഛൻ എന്നോട് പറഞ്ഞ രഹസ്യമാണ്, ആരോടും പറയരുതെന്ന്. പക്ഷേ മനസ്സത് അനുവദിക്കുന്നില്ല മോളെ. തൊമ്മിക്കുഞ്ഞ് ഇവൻ്റെ അപ്പനല്ല. എല്ലാ സത്യങ്ങളും അറിഞ്ഞ നിന്നോട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എല്ലാം ഇത്രയും കാലം മറച്ചു വെച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ നീ എന്നെയും ശപിക്കുന്നുണ്ടാവും. എനിക്കാരോടും ദേഷ്യമോ വൈരാഗ്യമോ ഒന്നുമില്ല ചോ. ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഒരുതരം മരവിപ്പ് മാത്രമാണ്. ജീവന് തുല്യം സ്നേഹിച്ച എൻ്റെ അപ്പൻ, മനസ്സിൽ ഇക്കണ്ട കാലം മുഴുവൻ ലാളിച്ച എൻ്റെ റോസ് മോൾ, രണ്ടും എൻ്റെ കയ്യിൽ നിന്ന് കർത്താവ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയില്ലേ അച്ചു? മോനെ റോബിനെ, നിന്റെ മനസ്സിൻ്റെ വേദന എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നിന്റെ കയ്യിൽ റോസ് മോൾ എത്രമാത്രം സുരക്ഷിതമാണോ അതിൻ്റെ 100 ഇരട്ടി സുരക്ഷിതമാണ് റോസ് മോൾ ഇന്ന് അവരുടെ കയ്യിൽ. ആരോരുമില്ലാതെ നമ്മുടെ കയ്യിലെത്തിയ കുഞ്ഞ് ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി മറ്റൊരു കുടുംബത്തിൽ കഴിയുമ്പോൾ അതിലേറെ സന്തോഷിക്കേണ്ടത് നീയും ഞാനുമൊക്കെയല്ലേ? എത്ര ലാഘവത്തോടു കൂടിയാ അച്ഛൻ ഇതൊക്കെ എന്നോട് പറയാൻ കഴിഞ്ഞത്. സത്യത്തിൽ നിങ്ങളൊക്കെ എന്നെ എപ്പോഴെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ?
നിങ്ങളൊക്കെ എന്നെ സ്നേഹിച്ചത് എൻ്റെ കഴുത്തി കത്തി വെച്ചുകൊണ്ടായിരുന്നുള്ള സത്യം മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് വൈകിപ്പോയി. ഞാനിതെങ്ങനെയും സഹിക്കും. ഇതറിഞ്ഞത് മുതൽ ജലപാനം പോലും ഇല്ലാതെ ഒരുത്തി വീട്ടിൽ കിടപ്പുണ്ട്. അവളെ ഞാൻ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കു വെച്ചോ? മോനെ റോബിനെ, നിന്നെയും സെലിനെയും സമാധാനിപ്പിക്കാൻ എൻ്റെ നാവിൽ വാക്കുകളില്ല. കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം മാത്രമാണ് ഞാൻ നോക്കിയത്. പിന്നെ നീ എന്ത് സത്യം കേട്ടാലും ഗ്രഹിച്ചാലും എനിക്ക് ഒന്നേ നിന്നോട് പറയാനുള്ളൂ. നല്ല തന്തയ്ക്ക് പിറന്നവനാ തൊമ്മിക്കുഞ്ഞ്. അയാൾ നിന്നെ മകനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അയാളുടെ മകൻ തന്നെയാണ്. അയാളുടെ ജീവനേക്കാളും അയാൾ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാ സ്നേഹങ്ങളും തിരിച്ചറിയാനുള്ള പ്രായവും പക്വതയും കർത്താവ് ഇന്നെനിക്ക് തന്നിട്ടുണ്ടച്ചോ. എല്ലാ സഹായത്തിനും, നിങ്ങളുടെ എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദിയുണ്ടച്ചോ. നല്ലത് മാത്രമേ വരൂ. ഇതളായടർന്നു പോ എൻ ചെമ്പനീർപ്പൂവേ, കനലായെരിഞ്ഞു പോ എൻ പൊന്മണിത്തേനേ, പറയാതെ എങ്ങു പോ നീ എൻ്റെ ജീവനിൽ നിഴലായി മാഞ്ഞു പോ നീ എൻ്റെ ഓമലേ. ഇതളായടർന്നു പോ എൻ ചെമ്പനീർപ്പൂവേ, കനലായെരിഞ്ഞു പോ എൻ പൊന്മണിത്തേനേ. സൂര്യൻ്റെ ചൂടുപോ എരിയുന്ന താരമേ, പിടയുന്ന നെഞ്ചിലേ തിരിനാളമാണു നീ. സൂര്യൻ്റെ ചൂടുപോ എരിയുന്ന താരമേ, പിടയുന്ന നെഞ്ചിലേ തിരിനാളമാണു നീ. വയൽ പക്ഷി പാടുമീ കനൽ പാട്ട് എന്ന പോ ഒഴുകുന്നൊരോളമാ കടലാസു തോണി പോ. ഇനി എത്ര ദൂരം അറിയില്ല ഭൂമിയിൽ, ഇനി എൻ്റെ പ്രാണൻ ഇവിടെത്ര കാലമോ. മിഴിനീരു തുള്ളിപ്പോ ഒഴുകുന്നൊരോർമ്മയാ മനസ്സിൻ്റെ ഉള്ളിലെ നിഴലെന്ന നാടകം. മിഴിനീരു തുള്ളിപ്പോ ഒഴുകുന്നൊരോർമ്മയാ മനസ്സിൻ്റെ ഉള്ളിലെ നിഴലെന്ന നാടകം. വിതുമ്പുന്ന ഞങ്ങളിൽ കനിവേകിടേണമേ, തിരിനാളമായി ഞാൻ
ഏതുപോലെ ഞാൻ പറയുന്ന സങ്കടം അവിടുന്നു കേട്ടു നീ അരുൾ ചെയ്തിടേണമേ. ഇതളായടർന്നു പോ എൻ ചെമ്പനീർപ്പൂവേ, കനലായെരിഞ്ഞു പോ എൻ പൊന്മണിത്തേനേ, പറയാതെ എങ്ങു പോ നീ എൻ്റെ ജീവനിൽ നിഴലായി മാഞ്ഞു പോ നീ എൻ്റെ ഓമലേ. ഇതളായടർന്നു പോ എൻ ചെമ്പനീർപ്പൂവേ, കനലായെരിഞ്ഞു പോ എൻ പൊന്മണിത്തേനേ. ഞാൻ പള്ളിയിൽ പോയിരുന്നു. അച്ഛനെ കണ്ടിട്ട് വരുന്ന വഴിയാ. അപ്പാ ഇരിക്കപ്പാ. ഡോക്ടർ, സെലനെ, ദേ അപ്പച്ചൻ. നീ പോയി ചായ എടുക്ക്. വേണ്ട മോളെ, അവിടെ നിന്നേ. മോനെ റോബിനെ, നീ ഇന്ന് എന്നെ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. എന്ത് പറഞ്ഞാലും നീ വിശ്വസിക്കില്ല എന്നും എനിക്കറിയാം. ഈ കണ്ട കാലം മുഴുവൻ എല്ലാം നിന്നിൽ നിന്ന് മറച്ചു വെച്ചത് നിന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ല, മറിച്ച് നിന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ്. ഒക്കെ എനിക്കറിയാം. എനിക്കാരോടും പരാതിയില്ല. അർഹതയില്ലായിരുന്നിട്ടും 10-25 വർഷം ഞാൻ ആ വീട്ടിലല്ലേ വളർന്നത്. ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവനാ അപ്പച്ച ഈ ഞാൻ. നടക്കാത്ത സ്വപ്നത്തിൻ്റെ ഒരു പട്ടിക തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയപ്പോൾ ശ്വാസം കിട്ടാതെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയിലായിരുന്നു ഞാൻ. ജീവിതത്തിൽ സന്തോഷം എന്താണെന്ന് പോലും കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. നിന്റെ മനസ്സിലെരിയുന്ന കനലിൻ്റെ ചൂട് നിന്റെ കണ്ണുകളിൽ നിന്നും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇക്കണ്ട കാലം മുഴുവൻ ഞാൻ സമ്പാദിച്ച സ്വത്തുക്കളുടെ എല്ലാം ഏക അവകാശി ഇനി മുതൽ നീയാണ്. ആ സ്വത്തുക്കളിൽ നിന്നും ഒരു വലിയ വിഹിതം ഞാൻ മറ്റൊരാൾക്ക് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിലെ തീയണയ്ക്കാൻ. വിലമതിക്കാനാകാത്തൊരു സമ്മാനം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പച്ച, ഓട്ടോടാ, സാറില്ല. അപ്പച്ച, നിങ്ങളുടെ മനസ്സ് വെട്ടിക്കേറിയിട്ട് ഒരു അമേരിക്കക്കാരനും റോസുമോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ ഈ തൊമ്മിക്കുഞ്ഞ് ജീവനോടെ ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല. എൻ്റെ സർവ്വ സ്വത്തുക്കളും എഴുതി വയ്ക്കേണ്ടി വന്നാലും ഇവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെൻ്റെ ഒരു വാശിയായിരുന്നു. ഇവൾ വളരേണ്ടത് നിങ്ങളുടെ മകളായിട്ടാണ്, ഈ തൊമ്മിയുടെ കൊച്ചുമകളായിട്ട്.
അന്ന് ഞാൻ വാശിപ്പുറത്ത് എൻ്റെ മോളെ ഒരുപാട് വേദനിപ്പിച്ചു. ഒന്നും എൻ്റെ മോള് മനസ്സിൽ വെക്കരുത്. ഇല്ല അപ്പച്ച, അപ്പച്ചൻ ഞങ്ങൾക്ക് തന്നതൊരു പുതിയ ജീവിതമാ. അപ്പച്ചനോട് എന്നും ഞങ്ങൾക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അതെ, പിന്നെ ഇന്നത്തരം കൊണ്ട് ഇവിടുത്തെ ജീവിതം നിങ്ങൾ അവസാനിപ്പിക്കുക. എടുക്കാനുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് നാളെ വൈകുന്നതിന് മുമ്പേ നിങ്ങൾ 3 ആളും വീട്ടിലെത്തണം. ആൻസിക്ക് നിങ്ങളെ കൺട്രോളാൻ വയ്യാതിരിക്കുക. ഇനിയുള്ള നമ്മുടെ ജീവിതം അവിടെയാ. നിങ്ങളുടെ ഓരോ വിഷമങ്ങളും കണ്ടുമെടുത്തിട്ടാ ഞാനും തൊമ്മിയും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞങ്ങളങ്ങ് വിചാരിച്ചു. എന്റെ കർത്താവേ, ഞാൻ എന്തായി കാണുന്നത്? ഈ ശുഭദിനം കാണാനുള്ള ഭാഗ്യം കർത്താവ് ഈ കുഞ്ഞാടിന് തന്നല്ലോ. ഞാൻ പള്ളിയിൽ ചെന്നപ്പോഴാ അച്ഛൻ എന്നോട് ഈ സന്തോഷ വാർത്ത പറഞ്ഞത്. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ ഈ സ്കൂട്ടർ എടുത്തോണ്ട് ഇങ്ങ് ഓടി. ഏതായാലും അപ്പൻ്റെയും മകൻ്റെയും പിണക്കമൊക്കെ മാറിയല്ലോ. എനിക്ക് അത് മതി. സത്യം പറയാമല്ലോ തൊമ്മി സാറേ, ഇന്നലെ ഈ വീടൊരു മരണ വീടായിരുന്നു. ഇപ്പോഴാ എൻ്റെ മനസ്സിലെ തീയൊന്ന് അണഞ്ഞത്. ആ, നാളെ ഈ വീട്ടു സാധനങ്ങളൊക്കെ അങ്ങോട്ട് എത്തിക്കാൻ ഉമ്മച്ചനും കൂടെ ഒന്ന് സഹായിക്കണം. തീർച്ചയായും. ഇക്കണ്ട കാലം അത്രയും ഞങ്ങൾക്ക് അവരും അവർക്ക് ഞങ്ങളുമായിരുന്നു. പെട്ടെന്ന് ഇവിടുന്ന് വിട്ടുപോകുമ്പം മനസ്സിന് വല്ലാത്തൊരു വിഷമം. അതൊന്നും ഓർത്ത് ഉമ്മച്ചൻ വിഷമിക്കണ്ട, അതൊക്കെ തൊമ്മിക്കുഞ്ഞു നോക്കിക്കോളും. ആ, അതിനെന്തിനാ ഉമ്മച്ച വിഷമിക്കുന്നത്? നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മറ്റൊരു വീട് കൂടെ കിടക്കുകയല്ലേ. ആ, വാടകയ്ക്ക് മറ്റൊരാൾക്ക് കൊടുക്കാമെന്ന് കരുതിയതാ. ഇനിയിപ്പോൾ വേണ്ട. ഓ, ഉമ്മച്ചൻ എപ്പോഴാ സൗകര്യം എന്ന് വെച്ചാൽ അവിടെ വന്ന് താമസിച്ചോളൂ. വാടകക്കാരനായിട്ടല്ല, കുടുംബത്തിലൊരു അംഗമായിട്ട്. ആ. വേണം. ഇക്കണ്ട കാലം മുഴുവൻ എൻ്റെ ശക്തിയായിരുന്നു എൻ്റെ ഉമ്മച്ചൻ. ഇനിയും ഇത് അങ്ങനെ തന്നെ വേണം. വരാവിടാ. ഇപ്പൊ നിങ്ങളെ കാണാതിരിക്കാൻ എനിക്ക് ഒക്കുകയില്ല. ഞാൻ വരുന്നുണ്ട്. ഊപ്പക്കഴിവേറി. ഡ്രസ്സൊന്ന് മാറിയിട്ട് ഞാനൂടെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ടല്ലോടാ ഞാൻ മേടയിലേക്ക് പോയത്. തിരിച്ചു വന്നപ്പോൾ നിന്നെ കാണാനുമില്ല. അച്ഛൻ എൻ്റെ കൂടെ വരുന്നെന്നാണോ പറഞ്ഞേ? ഞാൻ കേട്ടില്ലായിരുന്നു. മജാ, നിന്റെ കുട്ടിക്കളി കളയണം. പറഞ്ഞില്ലാന്ന് വേണ്ട. ഹോ, നടന്ന് എൻ്റെ ഊപ്പാട് വന്നു, അതും ഈ രാത്രിയിൽ. അപ്പൊ തൊമ്മി സാറേ, എല്ലാം പറഞ്ഞതുപോലെ. മോനെ റോബിനെ, നിനക്ക് സന്തോഷമായല്ലോ ഉവച്ചു. എങ്കിലും ഉമ്മച്ച, എനിക്ക് വേണേ ഇവരുടെ കൂടെ ഈ കാറിലങ്ങ് പള്ളിയിൽ പോകാം. പക്ഷെ തനിക്ക് ചെറിയൊരു ശിക്ഷ തരണ്ടേ? താൻ തന്റെ വണ്ടിയിൽ എന്നെ തിരികെ പള്ളി കൊണ്ടുവന്നു. അത് വേണോ അച്ചോ? അത് വേണോ ഉമ്മച്ചാ?